എസേക്കിയാവ് 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരിപ്പൊഴിച്ചു കൊടുക്കും. ഗൃഹബിംബങ്ങള് മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വെറുതെ സ്വപ്നം പ്രസ്താവിച്ച് വെറുതെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായ കൊണ്ട് വലഞ്ഞിരിക്കുന്നു. എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടം കൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരുടെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും. അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നാണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്ന് ഏത് അധിപതിയും വരും. അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീതികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാക്കും. യഹോവ അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോവാൻ തക്കവണ്ണം പൊരുതും. ഞാൻ യഹൂദഗൃഹത്തെ ബലപ്പെടുത്തുകയും യോസേഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രൈമർ വീരനെ പോലെയാകും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കാൽ അവര് ചൂള കുത്തി ശേഖരിക്കും. അവർ പെരുകിയിരുന്നത് പോലെ പെരുകും. ഞാൻ അവരെ ജാതിയിടയിൽ വിതറും. ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും. അവർ മക്കളോടുകൂടെ ജീവിച്ചു മടങ്ങി വരും. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് മടക്കി വരുത്തും. അശൂരിൽ നിന്ന് അവരെ ശേഖരിക്കും. ഗിലിയാദ് ദേശത്തിലേക്കും ലബാനോനിലേക്ക് അവരെ കൊണ്ടുവരും. അവർക്ക് ഇടം പോരാതെ വരും. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും. നീല നദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശൂരിന്റെ ഗർഭം താഴുകയും മിസ്രൈമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.